സോ ഹൈ ഗായ്സ്, ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്. ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നു. അപ്പം സമയം കാണാം 10:20. അപ്പം ഫുഡ് കഴിക്കണം, വോട്ട് ചെയ്യാൻ പോകണം. ഇനി ഞാൻ അവിടുത്തെ സീൻസൊക്കെ അവിടെ ചെന്നിട്ട് കാണിക്കാം. ബൈ ദ വേ, ഇതെൻ്റെ ഫസ്റ്റ് വോട്ടാണ്. റെഡിയായി ഞങ്ങൾ ഇറങ്ങുന്നു. ഞാനും അമ്മായും വാപ്പായും ഉണ്ട്. ഓക്കെ, സോ ഗൈസ്, ഞാൻ വിചാരിച്ചത്ര മറ്റേ ഈ പോളിംഗ് ബൂത്തിൽ ഈ ന്യൂസിലൊക്കെ കാണുന്ന പോലെ ഈ ക്യൂവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ ഓൾറെഡി ഒരു അമ്മൂമ്മ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ക്യൂവിൻ്റെയും അങ്ങനെയൊന്നും വീഡിയോ എടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വാപ്പ പറഞ്ഞ് അങ്ങോട്ടേക്ക് ഫോൺ കയറ്റൂല, അപ്പോൾ പിന്നെ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ ചെയ്തു. ഫസ്റ്റ് വോട്ട്. തിരക്കൊക്കെ ഉണ്ട്, കുറേ ആൾക്കാർ വരുന്നുണ്ട്, വരും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം ആൾക്കാരുടെ തിരക്ക്. ഇപ്പം പിന്നെ ഒരു ഉച്ച സമയം ആയതുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ, ആൾക്കാരൊന്നും അധികമില്ല, എന്നാലും ആളുണ്ട്. കുറേ പോലീസുകാരും പാർട്ടിക്കാരും ഒക്കെ ഉണ്ട്. പോലീസുകാർ എന്താ ഭയങ്കര എനിക്കിതിൻ്റെ സെറ്റപ്പൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ വിളിച്ച ആൾക്കാർ പറഞ്ഞു തരാനൊക്കെ ഉണ്ടാവും, എന്നാൽ അങ്ങനെ പറഞ്ഞു തരാനൊന്നും ആയിട്ട് ഒരുമില്ല. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്കവാറും ആൾക്കാരുടെ ഇത് വരയ്ക്കുമ്പം ഫ്ലോപ്പ് ആകാറുണ്ട്. എന്തോ ഭാഗ്യം, പുള്ളി നന്നായിട്ട് നല്ല നെയിൽ പോളിഷൊക്കെ ഇട്ട് തരുന്ന പോലെയാണ് എനിക്ക് സാധനം വരച്ച് തന്നത്. അതുകൊണ്ട് തന്നെ വളരെ വൃത്തിയായിട്ടുള്ളൊരു ഫസ്റ്റ് വോട്ടിൻ്റെ സാധനം കിട്ടി. ഓക്കെ, ഐ ഫീൽ ഒരു ഉത്തരവാദിത്വമുള്ള ഇന്ത്യൻ പൗരൻ, ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട് എനിക്കിപ്പം. അപ്പം ഓക്കെ ഗൈസ്, വീട്ടുകാരിവിടെ വന്നിട്ട് അവരുടെ റിവ്യൂ എന്താണെന്ന് പറയാം. എൻ്റെ വാപ്പായും ഉമ്മായും വരുന്നുണ്ട്, അവരോട് ചോദിക്കാം എങ്ങനെയായിരുന്നു വോട്ടിംഗ് എക്സ്പീരിയൻസ്. എങ്ങനെയുണ്ട് വോട്ടിംഗ് എക്സ്പീരിയൻസ്? എപ്പോഴും ചെയ്യാം വോട്ടിംഗ് അത്ര ക്യൂവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇല്ല, അയ്യോ. സോ ഗൈസ്, വോട്ട് സ്കാംഡ്, നോ അലുവ, നത്തിങ്. ഞാനത് മറന്നേ പോയി അലുവയുടെ കാര്യം. അപ്പം നമ്മുടെ വോട്ടിംഗ് കഴിഞ്ഞു, വീടെത്തി. അത്രേ ഉള്ളൂ ഗൈസ്. വെരി ഷോർട്ട് വീഡിയോ. കാരണം ഞാൻ തിരക്കൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ് പോയത്. അപ്പോൾ എന്നോട് അവിടെ പോയപ്പോൾ തന്നെ വാപ്പ പറഞ്ഞു ഫോണൊന്നും പുറത്ത് എടുക്കരുത് എന്നോട് പറഞ്ഞു. അപ്പം എനിക്ക് പേടി എടുക്കാനും. പക്ഷെ ഞാൻ ഇതിനകത്ത് ഈ ന്യൂസിലെ ആൾക്കാരൊക്കെ ഒന്ന് വീഡിയോ എടുക്കാറില്ലേ, എന്തോ. അപ്പം എനിവേസ്, നന്നായിട്ട് കഴിഞ്ഞു. ഇറ്റ് വാസ് വെരി സ്മൂത്ത്. ഒരുപാട് ലാഗില്ല, നിൽക്കേണ്ടി വന്നില്ല, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. സോ ഓക്കെ, ബൈ.